ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി. ഞാൻ കുമരകത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മെയ് 8 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്കൊരു പത്രം കിട്ടിയത് വഴിയാണ് ഞാൻ ഇവിടെ വരാൻ സാധിച്ചത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ആദ്യം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുവഴി ഞാൻ പുറകിലോട്ട് ഞങ്ങളുടെ അടുക്കള ഭാഗത്തോട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ അവിടെ ചെരുപ്പ് ഞാൻ കൊണ്ട് ഇടുന്നതല്ല, അവിടെ ഇറങ്ങി ഞാൻ വേസ്റ്റ് കളഞ്ഞ് തിരിച്ച് അകത്തോട്ട് കയറാനും ഞാനോർത്ത് ചെരുപ്പ് ഇതെപ്പോഴാണ് ഞാനിങ്ങനെ ഇവിടെ ഇട്ടേന്ന് ഓർത്ത് ഞാനത് ചവിട്ടി നിൽക്കുക. ചെരുപ്പാന്നോർത്ത് ചെരുപ്പ് ചവിട്ടി നിന്ന് എന്നാൽ അപ്പുറേ കൂടി പോകാമെന്ന് ഓർത്ത് ഞാൻ ഒരു കാല് ചവിട്ടി അടുത്ത കാലെടുത്തപ്പോൾ ഈ ചെരുപ്പ് അവിടെ കാണുന്നില്ല. നോക്കിയപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു പോകും. ഞാൻ അതിൻ്റെ ചെരുപ്പാന്ന് ഓർത്ത് ചവിട്ടിയത് പാമ്പിനെ ആയിരുന്നു. പാമ്പ് ഇഴഞ്ഞു പോകുമായിരുന്നു. ചേരയായിരിക്കും എന്നോർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഒരു ചേര വന്ന് നമുക്കതിനെ കൊല്ലാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പൊത്തിലോട്ട് പോയി. പൊത്തിന്ന് അത് അടിച്ചിറങ്ങിയപ്പോൾ അത് ഒരു മൂർഖൻ പാമ്പായിരുന്നു, ഒരു ഇടത്തരം മൂർഖൻ പാമ്പ്. ശകലം നേരം കഴിഞ്ഞിരുന്ന എന്നെ കൊത്തിന്ന് ഞാൻ അന്നേരം മരിച്ചു. അത്രയ്ക്ക് വിഷമുള്ള പാമ്പായിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് ഈ ഉടമ്പടി ആരാധനയിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു അത്ഭുതമായ കാര്യമായിരുന്നു എനിക്ക് നടന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ഉടമ്പടി ആരാധനയെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കണ്ടം വിൽക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. എന്നാലും ഞങ്ങളുടെ കടബാധ്യത മാറുകയുള്ളൂ. അത് ഞങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് ആ കണ്ടം വാങ്ങിച്ചതായിരുന്നു. അത് ആളുകൾ പിന്നെ 4 ലക്ഷം രൂപ കുറഞ്ഞ് തരുവുള്ളൂ എന്നായി. ഞാനപ്പോൾ ആരാധനയെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ അന്നേരം ആരാധനയിൽ പറയുന്നു, 1 വർഷമായി ഞങ്ങളുടെ കടം മാറാനായിട്ട് ഇതേ പറ്റുള്ളൂ, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്നു, ആരാധനയിൽ പറഞ്ഞു, 1 വർഷമായി മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞു. ആ സമയം തന്നെ എൻ്റെ ഭർത്താവ് അവിടെ വളയിടാൻ പോയിരിക്കുമായിരുന്നു. അച്ഛൻ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ സമയം തന്നെ ആ കണ്ടത്തിന് 6 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്കത് വിൽക്കാനും ഞങ്ങളുടെ കടബാധ്യത ഒഴിവാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. എന്നാൽ അച്ഛൻ ആരാധനയ്ക്ക് എസ് എന്ന അക്ഷരത്തെ തുടങ്ങുന്ന ആളുകളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് സമയത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ സംരക്ഷണം ഭയങ്കരമായ ആ സമയം നമുക്ക് അത് വ്യക്തമായി തെളിഞ്ഞതാണ്. അത് ആ നിമിഷം തന്നെ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. ആ സമയം തന്നെ അതിന് കച്ചവടമാകുകയായിരുന്നു. മാതാവിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണമായിരുന്നത്. മാതാവിന് എനിക്കത് സാധിച്ചു തന്നതിന് മാതാവിന് ഈശോയ്ക്ക് വളരെയേറെ നന്ദി പറയുന്നു. അതെനിക്ക് ശ്വാസം മുട്ടലായിരുന്നു, ഭയങ്കരമായ അലർജിയാണ്. ശ്വാസം മുട്ടലിന് 2 നേരം ഞാൻ മരുന്ന് വലിക്കണമായിരുന്നു. 2000 രൂപ ഒരു മാസത്തേക്ക് എനിക്ക് ഡോക്ടർക്ക് കൊടുക്കണം. എനിക്ക് ഒരു നേരം മരുന്ന് വലിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമമെന്ന് പറഞ്ഞാൽ എൻ്റെ വായും പൊളിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആയിപ്പോയി. എനിക്ക് ഭയങ്കര അലർജിയായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് അവസരം കിട്ടി. അച്ഛൻ എൻ്റെ നെഞ്ചിലും പുറത്തും സൈറ്റ് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ശ്വാസം മുട്ടൽ 2021 5 വർഷമായിട്ട് എനിക്കിപ്പം ഒരു കുഴപ്പമില്ല, ശ്വാസം മുട്ടലേ ഉണ്ടാകുന്നില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തൊണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. തൊണ്ടയിൽ ഭക്ഷണം ഇറക്കുമ്പോഴത്തേക്ക് എനിക്ക് തൊണ്ടയിൽ കൂടി പോകുന്നില്ല, ഭക്ഷണം തടഞ്ഞ് ഒരു ദശ പോലെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത് ഡോക്ടറെ കാണിക്കാൻ എനിക്കൊരു പേടിയായിരുന്നു. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് തടസ്സപ്പെട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാനത് പോയില്ല. ഞാൻ അമ്മയുടെ തൈലവും ഉപ്പും തേനും പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് പൂർണ്ണമായി മാറി. എനിക്കിപ്പം ഭക്ഷണം കഴിക്കുന്നതിനും എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും വളരെയേറെ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുകയും സാക്ഷ്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരോടും എല്ലാ ആളുകൾക്കും കൊടുക്കും. ആത്മീയമായിട്ട് എനിക്ക് 6 വർഷമായി ഞാൻ ഈ ഉടമ്പടി തന്നെയാണ് നിൽക്കുന്നത്. കൊറോണയുടെ സമയത്തും എല്ലാ സമയങ്ങളിലും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനും മാതാവിനോട് ചേർന്ന് പോകുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും
കുടുംബ പ്രാർത്ഥന അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറില്ലായിരുന്നു. പക്ഷേ ഇത് എല്ലാവരും കൂടി പൂർണ്ണമായിട്ടും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വചനമാണിത്. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരെ ഈശോയും അമ്മയും കാത്തു പരിപാലിക്കുന്ന ഒരനുഭവമാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈശോ നമുക്ക് ആത്മീയ അധികാരവും സംരക്ഷണവുമാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾക്ക് വാഗ്ദാനമായി നൽകുന്നത്. ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ വെല്ലുവിളികൾ തരണം ചെയ്യാൻ സമയത്തും കണ്ണുനീരോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന കേട്ടുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൃപാസന അമ്മ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയാണ് നമ്മുടെ കൂടെ നടക്കുന്ന അമ്മ. നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഓരോ വിഷയത്തിലും വളരെ ശ്രദ്ധാലുവായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിലേക്ക് ഈശോയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മധ്യസ്ഥയാണ് ഈ അമ്മ. ഈ അമ്മയുടെ അരികിൽ വന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഈ മകളെ സംരക്ഷിച്ച ഈ അമ്മയാണ് ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഈ അമ്മ. ഉടമ്പടി ജീവിതത്തിൽ സത്യസന്ധമായ ആത്മാർത്ഥമായുമുള്ള ജീവിതമാണെന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും മനസ്സിലായതുകൊണ്ടാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഈ മകളെ സംരക്ഷിച്ച് കാത്തുപരിപാലിച്ചത്. പാമ്പുകളുടെ മേൽ ചവിട്ടി നടന്ന പാമ്പിൻ്റെ മേൽ ചവിട്ടി നിന്ന ഈ മകൾ ഇന്ന് നമ്മുടെ മധ്യേ നിൽക്കുന്നത് കർത്താവിൻ്റെ സാക്ഷിയായിട്ടാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ്. ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു സാക്ഷ്യവുമായാണ്. നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാമായി കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഈ അമ്മയുടെ അരികിലേക്ക് നമുക്കും പോകാം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അമ്മ ശ്രദ്ധാലുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകൾ കടം വീട്ടാനായിട്ട് ഒരു ചെറിയ കണ്ടം വയ്ക്കാനായിട്ട് 2 മാസത്തോളം നോക്കി ഇവിടെ വന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഒരു ദിവസം പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണ്. ഏതോ ഒരു കാര്യത്തിന് തീരുമാനമായിട്ടില്ല, എന്ത് സങ്കടപ്പെടുത്തുന്ന കാര്യമായാലും അതിന് തീരുമാനം ഉണ്ടാകുന്നു എന്നാണ് അച്ഛൻ ആരാധനയുടെ സമയത്ത് പറഞ്ഞത്. ഈ മകൾ അത് വിശ്വസിച്ച് ആരാധന പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കണ്ടം വിൽക്കുവാൻ ശ്രമിച്ചിരുന്നു. അത് നടക്കുന്നില്ലായിരുന്നു. 5 ലക്ഷം രൂപ കൊടുത്താണ് മേടിച്ചത്. പക്ഷേ അത് 6 ലക്ഷത്തിന് അത് വിൽക്കുവാൻ സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യത്തിൽ പറഞ്ഞത്. സമയച്ചുരുക്കം തന്നെ അമ്മയാണ്. നമ്മളുടെ ഓരോ കാര്യങ്ങൾ എത്ര ശ്രദ്ധാലുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എത്രയും പെട്ടെന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതെല്ലാം നടത്തി കൊടുക്കുന്നത്. പിന്നീട് വന്ന ഒരു രോഗസൗഖ്യമാണ്. ശ്വാസം മുട്ടലും തൊണ്ടവേദനയുമായി ബുദ്ധിമുട്ടിയ ഈ മകൾ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം സൈത്ത് നൽകി പ്രാർത്ഥിച്ചു. പിന്നീട് ആ നിമിഷം തന്നെ ഈശോയും അമ്മയും കൂടി ഈ മകളെ സുഖപ്പെടുത്തുകയായിരുന്നു. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും തേച്ചാണ് പ്രാർത്ഥിച്ചത്. വിൽക്കാൻ കൊണ്ടുവന്ന കണ്ടത്തിലും ഇവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെയെല്ലാം നമുക്ക് കാണുന്നത് നമ്മൾ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് ഇട്ട് മാറ്റിയാണ് ഓരോ ഉടമ്പടി മക്കളെയും. നമ്മുടെ ജീവിതത്തിലും എല്ലാ പരീക്ഷകളും വെല്ലുവിളികളും വരുമ്പോഴും ദൈവശക്തിയിൽ ആശ്രയിച്ച് അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും ഭയം കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ ശക്തികളെയും അതിജീവിക്കാനുള്ള ആത്മീയ ശക്തി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം. സാലിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.